റെക്കോർഡിട്ട് മുഖ്യമന്ത്രി കസേരയിൽ ഞെളിഞ്ഞിരിക്കുന്ന ഏക മുഖ്യമന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ബാക്കിയുള്ളൂ. അത് പിണറായി വിജയനാണ്. സത്യത്തിൽ ഇനിയുള്ള തിരഞ്ഞെടുപ്പ് കാലം വരെ മുഖ്യമന്ത്രി കസേര പിണറായിക്ക് ഒരു മുൾക്കസേരയാണ്. അതുമാത്രവുമല്ല, ഇന്നലെ വരെ കപ്പിത്താൻ എന്നും ഇരട്ടച്ചങ്കൻ എന്നുമൊക്കെ വിശേഷിപ്പിച്ചവർ തന്നെ ഇന്നിപ്പോൾ മുഖത്ത് നോക്കി പിണറായി വിജയ എന്ന് വിളിക്കാൻ തുടങ്ങി എന്നുള്ളതാണ്. ഇന്നലെ വരെ പിണറായി വിജയനു മുകളിൽ പരന്തും പറക്കില്ല എന്ന അവസ്ഥയായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ CPM എന്ന പാർട്ടിക്കുള്ളിൽ LDF എന്ന മുന്നണിക്കുള്ളിൽ ഒറ്റപ്പെട്ടു പോവുകയാണ് പിണറായി വിജയൻ എന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി. കിറ്റ് കൊടുത്തുണ്ടാക്കിയ എല്ലാ പേരും ഇപ്പോൾ പേരുദോഷമായി മാറിയിരിക്കുകയാണ്. ഇതോടെ അവസാന പാദത്തിലെത്തിയ പിണറായി വിജയൻ മുൾക്കിരീടത്തിലാണ്. പകരം CPM അവതരിപ്പിക്കുന്നത് KK ശൈലജ എന്ന ടീച്ചറമ്മയാണ്. ഇന്നലെ വരെ 2 ടേം വ്യവസ്ഥ എന്ന വൻമതിലുകളൊക്കെ ശൈലജ ടീച്ചർക്ക് മുന്നിൽ വെച്ചിരുന്നുവെങ്കിൽ അങ്ങനത്തെ സകല കീറാമുട്ടി ഉപാധികളും ഒരു കേഡർ പാർട്ടിയായ CPM ഇപ്പോൾ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംഭവിച്ച അപ്രതീക്ഷിത തിരിച്ചടിക്ക് പിന്നാലെ 3-ാം ഊഴം ഉറപ്പിക്കാനുള്ള നീക്കങ്ങൾ സജീവമാക്കിയിരിക്കുകയാണ് CPM. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിയെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നയിക്കണമെന്നാണ് CPM-ൽ ധാരണയായിരിക്കുന്നത്. എന്നാൽ മത്സര രംഗത്തിറങ്ങി പിണറായി തിരഞ്ഞെടുപ്പ് നയിക്കുമോ അതോ മത്സരിക്കാതെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ചുക്കാൻ പിടിക്കുമോ എന്നാണ് ഇനി അറിയേണ്ടത്. പിണറായി വിജയൻ മത്സര രംഗത്തേക്കില്ലെങ്കിൽ CPM മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തി കാണിക്കുക ആരെയായിരിക്കും എന്നതും രാഷ്ട്രീയ കേന്ദ്രങ്ങൾ ആകാംക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നത്. സംസ്ഥാനത്ത് 3-ാം ഊഴം ലക്ഷ്യമിടുന്ന CPM ജനപ്രിയരായ നേതാക്കളെ മത്സര രംഗത്തേക്ക് പരിഗണിക്കുമെന്ന സൂചനകളാണ് വരുന്നത്. 2021 കർശനമായി നടപ്പിലാക്കിയ 2 ടേം വ്യവസ്ഥ ഇത്തവണ CPM വേണ്ടെന്ന് വെച്ചേക്കും. 2021 CPM വിജയിച്ച 62 സീറ്റുകളിൽ 23 എണ്ണത്തിലും 2-ാം തവണയും മത്സരിച്ചവരായിരുന്നു. 2 ടേം നിബന്ധന കർശനമാക്കിയാൽ ഈ 23 പേർക്കും CPIM ഇത്തവണ സീറ്റ് നിഷേധിക്കേണ്ടി വരും. നിലവിലെ സാഹചര്യത്തിൽ ഇവരിൽ പകുതിയിലേറെ പേരെ MLA-മാരെ വീണ്ടും മത്സരിപ്പിച്ചില്ലെങ്കിൽ സിറ്റിംഗ് സീറ്റുകൾ നഷ്ടപ്പെട്ടേക്കാമെന്നാണ് CPM കണക്കുകൂട്ടുന്നത്. അതിനാൽ തന്നെയാണ് 2 ടേം വ്യവസ്ഥ ഒഴിവാക്കാൻ ഇത്തവണ CPM-ൽ തത്വധാരണയായിരിക്കുന്നത്. കഴിഞ്ഞ തവണ 2 ടേം വ്യവസ്ഥ കർശനമാക്കിയതിനെ തുടർന്ന് മത്സര രംഗത്ത് നിന്ന് മാറ്റി നിർത്തിയ തോമസ് ഐസക് ഉൾപ്പെടെയുള്ള ഏതാനും നേതാക്കളെ 2026 മത്സരിപ്പിക്കാനും CPIM ആലോചിക്കുന്നുണ്ട്. 2 ടേം ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, KK ശൈലജ, മന്ത്രിമാരായ വീണ ജോർജ്, OR കേളു എന്നിവർക്ക് അവസരം ലഭിച്ചേക്കും. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ 6 MLA-മാരാണ് 2-ാം ഊഴം പൂർത്തിയാക്കിയത്. ഇതിൽ വർക്കലയിൽ നിന്ന് വിജയിച്ച തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി V ജോയ് ഒഴികെയുള്ള 5 പേർക്കും വിജയസാധ്യത പരിഗണിച്ച് 3-ാം ഊഴം നൽകിയേക്കും. അങ്ങനെയെങ്കിൽ കഴക്കൂട്ടത്ത് കടകംപള്ളി സുരേന്ദ്രൻ, വട്ടിയൂർക്കാവിൽ VK പ്രശാന്ത്, പാറശാലയിൽ CK ഹരീന്ദ്രൻ, വാമനപുരത്ത് DK മുരളി, നെയ്യാറ്റിൻകരയിൽ K ആൻസലൻ എന്നിവർ വീണ്ടും മത്സരിച്ചേക്കും. പക്ഷേ അപ്പോഴും പാർട്ടിക്ക് അത്ര പേർ ദോഷം വരുത്തിയ കൊല്ലത്ത് 2 ടേം പൂർത്തിയാക്കിയ മുകേഷിനെ വീണ്ടും മത്സരിപ്പിച്ചേക്കില്ല. ഇങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ പിണറായി ഗ്യാരണ്ടി പൊളിഞ്ഞു തുടങ്ങും.